തൃണമൂൽ കോൺഗ്രസ് എം പി മഹാമോത്രയെ 24 മണിക്കൂറിനുള്ളിൽ അറസ്റ്റ് ചെയ്തുകൊണ്ട് കോടതിയിൽ ഹാജരാക്കാനുള്ള ഒരു നീക്കം അല്ലെങ്കിൽ ഒരു നിർദ്ദേശമാണ് പശ്ചിമ ബംഗാൾ കോടതി ഇപ്പോൾ പശ്ചിമ ബംഗാൾ പോലീസിന് നൽകിയിട്ടുള്ളത്. കാരണം പലതവണ മഹാമോത്രയുടെ കോടതിയിലേക്ക് നേരിട്ട് ഹാജരാകാനായിട്ട് കോടതി പറയുമ്പോൾ എനിക്ക് പറ്റത്തില്ല, ഞാൻ എം പി ആണ്, ഞാൻ തൃണമൂലിന്റെ വലിയ ഏതോ നേതാവാണ് എന്നൊക്കെയാണ് മഹാമോത്ര പറഞ്ഞത്. അവസാനം സഹികെട്ട് ഒരു എം പി എന്ന നിലയിൽ 2, 3, 4, 5 അങ്ങനെ പല പ്രാവശ്യം സമൻസ് അയച്ചു ഹാജരാകാൻ. എന്നിട്ട് അതിലൊന്നും ഒരു വിലയും മഹാമോത്ര കൽപ്പിച്ചില്ല. അതുകൊണ്ട് തന്നെയാണ് നേരിട്ട് ഹാജരാക്കാനുള്ള അറസ്റ്റ് വാറണ്ട് കോടതി പുറപ്പെടുവിച്ചത്. കാരണം എന്തിനാണ് അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചത്? വിദ്വേഷ പ്രസംഗ കേസിൽ കോടതി നൽകിയ സമൻസുകൾ തുടർച്ചയായി അവഗണിച്ചതിനെ തുടർന്നാണ് തൃണമൂൽ കോൺഗ്രസ് എം പി മഹാമോത്രയ്ക്കെതിരെ അറസ്റ്റ് വാറണ്ടുമായി കോടതി. പശ്ചിമ ബംഗാളിലെ നാദിയ ജില്ലയിലുള്ള കൃഷ്ണനഗർ കോടതിയാണ് എം പിക്കെതിരെ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചത്. വാറണ്ട് നടപ്പിലാക്കിയതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് ഓഗസ്റ്റ് 28-നകം സമർപ്പിക്കാൻ കോടതി നിർദ്ദേശം നൽകി. സ്ത്രീകളെ അപമാനിച്ചുവെന്നും വിദ്വേഷ പ്രസംഗം നടത്തിയെന്നുമുള്ള പരാതിയിലാണ് കോടതി മഹാമോത്രയ്ക്ക് സമൻസ് നൽകിയത്. തുടർച്ചയായി കോടതി ആവശ്യപ്പെട്ടിട്ട് മഹാമോത്ര ഹാജരാക്കാൻ തയ്യാറായില്ലെന്ന് കൃഷ്ണനഗർ 3ാം ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി നിരീക്ഷിച്ചു. കോടതി ഉത്തരവുകളെ നിരന്തരം ധിക്കരിക്കുന്ന പ്രതിയുടെ അലംഭാവം വ്യക്തമാണെന്നും ഇതോടെ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിക്കുക അല്ലാതെ മറ്റു മാർഗങ്ങളൊന്നും ഇല്ലെന്നാണ് കോടതി വ്യക്തമാക്കിയത്. എം പിക്ക് കോടതികളോട് യാതൊരു ബഹുമാനവും ഇല്ലെന്നും മജിസ്ട്രേറ്റ് ചൂണ്ടിക്കാട്ടി. കോടതിയിൽ നേരിട്ടെത്തിയാൽ തനിക്ക് നേരെ ആക്രമണമുണ്ടാകാൻ സാധ്യത ഉണ്ടെന്ന് അഭിഭാഷകന്റെ വാദവും കോടതി തള്ളി. സ്ത്രീകളുടെ അന്തസ്സിന് ഭംഗം വരുത്തൽ, മതവികാരം വ്രണപ്പെടുത്തൽ, ഭിന്നത വളർത്തൽ, ഭീഷണിപ്പെടുത്തൽ, വിദ്വേഷ പ്രസംഗം തുടങ്ങിയ വിവിധ വകുപ്പുകൾ പ്രകാരമാണ് എം പിക്കെതിരെ കേസെടുത്തിട്ടുള്ളത് എന്ന് കോടതി മഹാമോത്രയുടെ അഭിഭാഷകനെ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ സംസാരിക്കുമ്പോൾ, പൊതുമധ്യത്തിൽ എന്തെങ്കിലുമൊക്കെ സംസാരിക്കുമ്പോൾ സൂക്ഷിച്ച് സംസാരിക്കണം, ഇല്ലെങ്കിൽ ഇതുപോലെ കോടതിയിൽ വന്ന് നിൽക്കേണ്ടി വരും എന്നും കോടതി മഹാമോത്രയുടെ അഭിഭാഷകനോട് പറയുന്ന ഒരു സാഹചര്യം വരെയുണ്ടായി. മറ്റൊരു വിദ്വേഷ പ്രസംഗ കേസിൽ പോലീസിന് മുന്നിൽ ഹാജരാകാൻ കൊൽക്കത്ത ഹൈക്കോടതി നൽകിയ ഉത്തരവിനെതിരെ മഹാമോത്ര സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നുവെങ്കിലും ഹർജി പരിഗണിക്കാൻ സുപ്രീം കോടതി നേരത്തെ വിസമ്മതിച്ചിരുന്നു. കോടതി പരിസരത്ത് ഞാൻ കോടതിയിൽ ഹാജരായാൽ തനിക്ക് നേരെ മുട്ടയേറ് നടക്കാൻ സാധ്യത ഉണ്ടെന്ന് എം പിയുടെ അഭിഭാഷകന്റെ വാദത്തിന് ജനപ്രതിനിധിയായ ഒരാൾ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയിട്ട് മുട്ടയേറിനെയാണോ ഭയക്കുന്നത് എന്നായിരുന്നു സുപ്രീം കോടതിയുടെ മറുചോദ്യം. സ്വാതന്ത്ര്യ സമര സേനാനികൾ നെഞ്ചിൽ വെടിയുണ്ടകൾ ഏറ്റുവാങ്ങിയ നാടാണിതെന്നും ഇത്തരം അപേക്ഷകളുമായി കോടതിയെ സമീപിക്കരുതെന്നും നിരീക്ഷിച്ചതിനെ തുടർന്ന് ഹർജി പിൻവലിക്കുകയായിരുന്നു മഹാമോത്ര. തുടർന്നാണ് കൃഷ്ണനഗർ കോടതിയിൽ നിന്നും എം പിക്കെതിരെ കടുത്ത നടപടി ഉണ്ടായിരിക്കുന്നത്. മഹാമോത്രയ്ക്കെതിരെ പശ്ചിമ ബംഗാളിലെ കൃഷ്ണനഗർ കോടതി അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചു. നദിയ ജില്ലയിലെ കൃഷ്ണനഗർ 3rd ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് കടുത്ത നടപടികളിലേക്ക് കടന്നത്. 2025 ഓഗസ്റ്റിൽ നദിയയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ നടത്തിയ വിവാദ പരാമർശങ്ങളാണ് കേസ് ഉൾപ്പെടെയുള്ള കാര്യത്തിലേക്ക് പോയത്. സ്ത്രീകളുടെ അപമാനകരമായ പരാമർശം, കൂടാതെ മതവികാരം ഇളക്കിവിടൽ, 2 മതങ്ങളെയും തമ്മിലടിപ്പിക്കൽ, ശത്രുത വളർത്തൽ തുടങ്ങിയ BNS വകുപ്പുകൾ പ്രകാരമാണ് കേസ്. കോടതിയുടെ നിരന്തരമായ സമൻസുകൾ അവഗണിച്ച് മഹാമോത്ര ഹാജരാകാതെ ഇരുന്നതാണ് വാറണ്ടിലേക്ക് കടക്കാൻ കോടതിയെ പ്രേരിപ്പിച്ചത്. വാറണ്ട് നടപ്പാക്കിയതിന്റെ റിപ്പോർട്ട് ഓഗസ്റ്റ് 28-നകം സമർപ്പിക്കാൻ പോലീസ് അധികാരികൾക്ക് കോടതി നിർദ്ദേശം നൽകി. കേസിൽ നേരിട്ട് ഹാജരാകാൻ കോടതി പലതവണ നോട്ടീസ് അയച്ചെങ്കിലും മഹാമോത്ര മൈൻഡ് പോലും ചെയ്യാത്ത ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ചൊവ്വാഴ്ച ഹാജരാകാത്തതിനാൽ ബുധനാഴ്ച നിർബന്ധിതമായി ഹാജരാകാൻ കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനം. ഇന്നും ഹാജരായില്ല. അതുകൊണ്ട് തന്നെയാണ് സമൻസ് അയച്ച് 28-നകം മഹാമോത്രയെ ഹാജരാക്കാനുള്ള ഒരു നിർദ്ദേശവുമായി കോടതി ഇപ്പോൾ എത്തിയിട്ടുള്ളത്.